വാർത്താവിശേഷങ്ങളുമായി കോഫി വിത്തിൽ ഇന്ന് നവംബർ മാസം 18-ാം തീയതിയാണ്, ചൊവ്വാഴ്ച, സൂപ്പർ ട്യൂസ്ഡേ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ട് ബ്രേക്കിംഗ്. 2 വർഷത്തോളമായി ഈ ഗ്രാന്റ് മുടങ്ങിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് SC/ST വിദ്യാർത്ഥികൾ. പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. ഈ ഗ്രാന്റ് സമയബന്ധിതമായി നൽകണമെന്നും തുക വർദ്ധിപ്പിക്കണമെന്നുമാണ് ആവശ്യം. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിമാസം ലഭിക്കേണ്ടത് 3500 രൂപ അലവൻസും 200 രൂപ പോക്കറ്റ് മണിയുമാണ്. നമുക്ക് പ്രതികരണമുണ്ട്, കേൾക്കാം. ഗവൺമെന്റ് തരുന്ന ഈ ഗ്രാന്റിൽ പൈസ ഞങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലേക്ക് ആവശ്യമുള്ള പൈസയാണ്. പക്ഷെ ആ പൈസ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് കിട്ടാറില്ല. അപ്പം ഞങ്ങൾക്ക് കിട്ടാത്ത പക്ഷം കോളേജിൽ നിന്ന് ഇങ്ങനെ ചോദിക്കും, ഓഫീസിൽ നിന്നൊക്കെ ഞങ്ങൾ വിളിച്ച് ചോദിക്കും. പിന്നെ എക്സാം നമുക്ക് കറക്റ്റ് സമയത്ത് എഴുതാൻ പറ്റാതെ വരും. ഹോൾ ടിക്കറ്റ് പിടിച്ച് വെക്കാം. വൈകി തരുന്ന പൈസ ആണെങ്കിലും ഞങ്ങൾക്കത് അടയ്ക്കാൻ കഴിയത്തില്ല. ഫീസ് ഒരുപാടാണെന്ന് പറഞ്ഞിട്ടാണ് അടയ്ക്കാണ്ട് നിർത്തി പോയത് അവർ. നമ്മളിപ്പോൾ ഈ വരുന്ന 22-ാം തീയതി ഈ ഗ്രാൻസുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്ക് നിരവധി ഇഷ്യൂസ് ഈ ഗ്രാൻസുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് റാലി ട്രിവാൻഡ്രത്ത് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. പല വിദ്യാർത്ഥികളും ഡ്രോപ്പ് ഔട്ടിൻ്റെ വക്കിലാണ്. കാരണം ഇന്നത്തെ ഈ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വയനാട്, അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അതിപിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലെ കുട്ടികൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സിറ്റി പോലുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്ത് പ്രൈവറ്റ് അക്കോമഡേഷന് നിൽക്കുന്നതിന് വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. വെറും 3000 രൂപയാണ് പ്രൈവറ്റ് അക്കോമഡേഷൻ നിൽക്കുന്നതിന്. ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കിട്ടുന്നത്. SC വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രൈവറ്റ് അക്കോമഡേഷന് 1500 രൂപയുള്ളൂ. ഈ പൈസ പോലും ഇവർക്ക് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു പോകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരണുണ്ട് നമുക്കൊപ്പം. ശരൺ, ഈ വിദ്യാർത്ഥികളുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഗ്രാന്റൊക്കെ കൃത്യസമയത്ത് കിട്ടിയില്ലെങ്കിൽ പല കോളേജിലെ അധികൃതരും ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയധികം കുടിശ്ശിക വരാൻ എന്താ കാരണം? ഈ SC/ST വകുപ്പ് ഇതിനകത്ത് കൃത്യമായി ഇടപെടുന്നില്ലേ? മന്ത്രി ഇതിനകത്ത് ഇടപെട്ടാൽ കാര്യം നടക്കില്ലേ ശരൺ? അരുൺകുമാർ, തീർച്ചയായിട്ടും അത്തരത്തിൽ മന്ത്രിയുടെ ഇടപെടൽ തന്നെയാണ് നമ്മൾ ഈ വാർത്തയിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SC/ST വിദ്യാർത്ഥികൾക്ക് ഉള്ള അവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ പുരോഗതിക്കായിട്ട് അനുവദിക്കുന്ന ഫെലോഷിപ്പാണ് ഈ ഗ്രാന്റ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കോടികളുടെ കുടിശ്ശിക ഉണ്ടെന്നുള്ള പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ ബൈറ്റിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും ഈ വയനാട്ടിൽ നിന്നടക്കം നിരവധി വിദ്യാർത്ഥികൾ കൊച്ചി നഗരത്തിലടക്കം വന്ന് പഠിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിൽ ഇവർക്ക് പ്രതിമാസം ലഭിക്കേണ്ട തുകയെന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിക്ക്, അതായത് സർക്കാർ എയ്ഡഡ് കോളേജിൽ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പ്രതിമാസമായിട്ട് 3500 രൂപ അലവൻസും 200 രൂപ പോക്കറ്റ് മണിയുമാണ് ലഭിക്കേണ്ടതാണ്. ഇതാണ് സമയബന്ധിതമായി ലഭിക്കാത്തത്. ഇതോടുകൂടി പല ഹോസ്റ്റൽ അധികൃതരും കോളേജ് അധികൃതരും ഒക്കെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ തുക അടയ്ക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലാകുന്നു. ഒപ്പം തന്നെ പല വിദ്യാർത്ഥികളും പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുക. ഇതോടുകൂടിയാണ് ഇപ്പോൾ പ്രതിഷേധം കടുപ്പിക്കാൻ വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. അംബേദ്കർ റൈറ്റ്സ് ഡെമോക്രാറ്റിക്സ് ഫ്രണ്ട് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ മാസം 22-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2 ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ ലഭിക്കാതിരിക്കുന്ന തുക അത് സമയബന്ധിതമായി തന്നെ നൽകണം. ഒപ്പം തന്നെയാണ് ഇതിൽ വർദ്ധിപ്പിക്കണം ഈ തുക. കാരണം ഈ 3500 രൂപയൊക്കെയാണ് മാസം ലഭിക്കുന്നത്, തുച്ഛമായ തുകയാണ്. അത് വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും സർക്കാരുമായിട്ടും നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കുടിശ്ശിക വരുന്നതെന്നുള്ളൊരു ചോദ്യം സർക്കാരിന് മുന്നിൽ വയ്ക്കുമ്പോൾ സർക്കാർ പറയുന്നത് ഈ സെൻട്രൽ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ഈ തുക അനുവദിക്കുന്നത്. പക്ഷേ സെൻട്രൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് ഈ തുക അനുവദിക്കുന്നത് അല്ലെങ്കിൽ കുടിശ്ശിക വരുന്നതിൽ കാരണമായി മാറുന്നതെന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി സ്വാഭാവികമായിട്ടും വലിയ ഇടപെടൽ സർക്കാർ നടത്തേണ്ടതുണ്ട്. കാരണം ഇല്ലെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. എത്രയും പെട്ടെന്ന് വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുക. മിനിസ്റ്റർ ഓർക്കേളൂ. കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം ബുദ്ധിമുട്ടിലാവുന്ന സാഹചര്യമുണ്ട്. ഇത്രയും വലിയ കുടിശ്ശിക ഈ ഗ്രാന്റായിട്ട് കൊടുക്കാൻ കിടക്കുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കുട്ടികൾക്ക് കൃത്യസമയത്ത് ഫീസ് കൊടുത്തില്ലെങ്കിൽ കോളേജ് അധികൃതർ ചോദിക്കൂലേ? പ്രിയപ്പെട്ടവരെ,